അസ്സലാമു അലൈക്കും. പിന്നെ സംസാരിക്കാനൊന്നും വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ പഠിച്ച സമയത്തുള്ള നമ്മളെ ഫൈസി ഉസ്താദ്, അതുപോലെ ഷാഫി ഉസ്താദ്, അങ്ങനെ പഴയ ഉസ്താദന്മാരൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമായി രേഖപ്പെടുത്തുന്നു. എന്നെ 1-ാം ക്ലാസ്സിലേക്ക് ഇവിടെ മദ്രസയിൽ ചേർത്താൻ കൊണ്ടുവന്നത് എൻ്റെ വല്യുപ്പാണ്. വല്യുപ്പ എന്ന് പറയുന്നത് എൻ്റെ ഉപ്പാൻ്റെ ജ്യേഷ്ഠനാണ്. അദ്ദേഹത്തിന് മക്കളില്ല. ഇതിൽ നിങ്ങൾ മുന്നിൽ നിൽക്കുന്ന കുറച്ച് ആളുകൾക്കൊക്കെ അറിയായിരിക്കും, ചെയ്തുട്ടിയാക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വലിയ വല്യപ്പായിരുന്നു എന്നെ ചേർത്താനും വേണ്ടി ഇങ്ങോട്ട് മദ്രസ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അന്ന് മദ്രസയിലേക്ക്, ഇപ്പോൾ എൻ്റെ മകനെ ഞാനിവിടെ മദ്രസയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓനെന്നും ബൈക്കിൽ വരാനും വേണ്ടി കരയും. എന്ന് പറഞ്ഞാൽ അന്ന് ഒരു മടക്കാത്ത ഒരു കുട ഉണ്ടായിരുന്നു, നീളത്തിൽ കമ്പിയുള്ള ഒരു കുട ഉണ്ടായിരുന്നു, ശീലൻ്റെ കുട. അപ്പോൾ അന്ന് മഴ മദ്രസ ചേർത്തി 2 ദിവസം കഴിഞ്ഞിട്ട് മഴ പെയ്യുന്നില്ല. കാരണം മഴ പെയ്താൽ ഈ കുടയിലൊന്ന് പോകാൻ പറ്റുള്ളൂ. ആ മനസ്സിൽ ആ കുടയിൽ പോകുന്നതിനെ കുറിച്ചുള്ള ചിന്തയും അതിനെക്കുറിച്ചുള്ള സന്തോഷങ്ങളൊക്കെ ആയിരുന്നു. എത്രമാത്രം പറയണമെന്ന് വെച്ചാൽ, അതിൻ്റെ തലേ ദിവസം ഉറങ്ങുമ്പോഴും ആ കുടയെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. ആ കുടയിലൊന്ന് മദ്രസയുടെ വരാന്ത വരെ ഒന്ന് പോകണം വല്യപ്പയുടെ കൂടെ എന്നുള്ള അതിയായ ആഗ്രഹം അന്നുണ്ടായിരുന്നു. അങ്ങനെ മഴ പെയ്യാൻ കാത്തുനിന്ന് മഴ പെയ്ത ആ കുടയിൽ കയറി വല്യപ്പാൻ്റെ കൂടെ ഞാനന്ന് മദ്രസയിൽ വന്നു ചേർന്നു. അന്ന് എൻ്റെ മദ്രസയിലെ ക്ലാസ് ആ ഓടിട്ട സ്കൂളിലായിരുന്നു. അന്ന് എൻ്റെ പ്രായത്തിലുള്ള അവിടെയുള്ള ഒരുപാട് ആളുകൾ അന്ന് പഠിച്ചത് സ്കൂളിലായിരുന്നു അന്ന് മദ്രസ നടത്തിയിരുന്നത്. അന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് അന്ന് കൊണ്ടോട്ടി ഉസ്താദായിരുന്നു. കൊണ്ടോട്ടി ഉസ്താദിനെ ഒരുപാട് ആളുകൾക്ക് ഇവിടെ അറിയുമായിരിക്കും. കൊണ്ടോട്ടി ഉസ്താദ് ഒരു ഷർട്ടില്ലായിരുന്നു, ബനിയനും അതുപോലെ ഒരു മുണ്ടൊക്കെ തോളിലിട്ട് വെറ്റിയിലൊക്കെ മുറുക്കിയിട്ട് ആയിരുന്നു കൊണ്ടോട്ടി ഉസ്താദ്. എനിക്ക് കൊണ്ടോട്ടി ഉസ്താദാണ് എൻ്റെ അന്നത്തെ, എനിക്ക് ഫസ്റ്റായിട്ട് ഞാൻ മദ്രസയിൽ വന്നപ്പോൾ എനിക്ക് ക്ലാസ് എടുത്തത്. അതൊക്കെ ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇന്നലെ കഴിഞ്ഞതുപോലെ എനിക്ക് ഓർമ്മ വരുന്നത് പോലെ, അന്ന് ഒരു ക്ലാസ് തുടങ്ങി ഒരു 9 മണിയായി കഴിഞ്ഞാൽ അന്ന് ഉസ്താദുമാർക്കുള്ള ഒരു ചായയും ചെറിയ എന്തെങ്കിലും ഒരു ലഘു കടിയും കൊണ്ടുവന്ന് കൊടുക്കും മദ്രസയിൽ ക്ലാസ് എടുക്കുന്ന ഉസ്താദുമാർക്ക്. അപ്പോൾ നമ്മളെ കൊണ്ടോട്ടി ഉസ്താദിന് അന്ന് ഒരു ക്ലാസ് ചായയും, ഈ സംഭവം ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും, കൊണ്ടോട്ടി ഉസ്താദിൻ്റെ ക്ലാസ്സിലിരുന്ന പല ആളുകൾക്കും. അപ്പോൾ കൊണ്ടോട്ടി ഉസ്താദിന് ഒരു ക്ലാസ് ചായയും അതുപോലെ ഒരു പൊറാട്ടയും കൊണ്ടുവന്ന് കൊടുക്കും. ആ പൊറാട്ട കൊണ്ട് ക്ലാസ്സിൽ 23 കുട്ടികൾ ഉണ്ടെങ്കിൽ 23 കുട്ടികൾക്കും കൊണ്ടോട്ടി ഉസ്താദ് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കും. ചായ ഉസ്താദ് കുടിക്കുകയും ആ പൊറാട്ട എല്ലാവർക്കും പിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എല്ലാവരുടെയും കയ്യിൽ തരുമായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരുപാട് ഓർമ്മകൾ. അദ്ദേഹം ഒക്കെ നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ നമ്മയും ഒക്കെ സ്വർഗത്തോപ്പിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അതുപോലെ എനിക്ക് വേറൊരു ആളെ പറയാനുള്ളത്, എന്നെ ഫസ്റ്റ് ഖുർആൻ പഠിപ്പിച്ചത് നമ്മളെ മൊല്ലാങ് ഉസ്താദായിരുന്നു. അപ്പോൾ നമ്മളെ അബൂബക്കർ മൊല്ലാങ് ഉസ്താദായിരുന്നു എന്നെ ഖുർആൻ പഠിപ്പിച്ചത്. എനിക്ക് അന്ന് ഉസ്താദിന് ഭയങ്കര ഭയമായിരുന്നു ഉസ്താദിന്. കാരണം ഉസ്താദ് നല്ല നുള്ളും അടിക്കൊക്കെ ചെയ്യും. അത് അന്ന് പഠിക്കാനും വേണ്ടി ചെയ്യുന്നതായിരുന്നു ഉസ്താദ് അന്ന് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അന്ന് പഠിക്കാനും വേണ്ടി എനിക്ക് ഫാത്തിഹ പഠിപ്പിച്ചു തന്നതും ചെറിയ സൂറത്തുകൾ പഠിപ്പിച്ചു തന്നതും നമ്മളെ മൊല്ലാങ് ഉസ്താദായിരുന്നു. അപ്പം ഇന്നും ഞാൻ നമ്മളെ ഖുർആനെ എടുത്തു വെച്ച് ഓതുകയാണെങ്കിൽ ഞാൻ മൊല്ലാങ് ഉസ്താദിനെ എന്നും ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിക്കും. മൊല്ലാങ് ഉസ്താദിനെ കാണുമ്പോൾ അസുഖമായ സമയത്ത് ഞാൻ മൊല്ലാങ് ഉസ്താദ്, യൂനിസ് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അപ്പോൾ ഞാൻ യൂനിസിൻ്റെ കൂടെ മൊല്ലാങ് ഉസ്താദിൻ്റെ എടുത്തു പോയപ്പോൾ മൊല്ലാ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് അന്ന് എന്നെ തച്ച് പഠിപ്പിച്ച കാര്യം ഖുർആന്റെ ചെറിയ സൂറത്തുകൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. വലിയ സൂറത്തുകളൊന്നും അതിന് ശേഷം ഞാൻ പഠിച്ചിട്ടില്ല. അതിനുശേഷം ഒരുപാട് സൂറത്തുകൾ, യാസീനാണെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് മുഴുവനായിട്ട് ഞാൻ കാണാതെ ഓതുകയില്ല. എനിക്ക് പുസ്തകം നോക്കി ഓതുക, അല്ലെങ്കിൽ ഞാൻ മൊബൈലിൽ നോക്കിയിട്ടേ ഓതുകയുള്ളൂ. പക്ഷേ ഈ ചെറിയ സൂറത്തുകൾ അന്ന് ഉസ്താദ് പഠിപ്പിച്ചു. അന്ന് നമുക്ക് ഒരു ഉസ്താദിനോട് വിചാരിച്ചു ഉസ്താദ് അങ്ങനെ തല്ലണ് ഇതാക്കണം, അത് ഭയപ്പെട്ടിട്ട് നമ്മളന്ന് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ എന്നും മൊല്ലാങ് ഉസ്താദിനെ കുറിച്ച് ആ ഓർമ്മകളും ഉസ്താദ് നമുക്ക് ആ ഓതി തന്നതും ആ ചെറിയ സംഭവങ്ങളൊക്കെ ഇന്നും ഇവിടെ കുത്തർന്നു പറഞ്ഞു. ഇന്ന് ഈ മദ്രസിന്റെ പരിപാടിക്ക് ഞാനിന്ന് മുഅല്ലിമിന്റെ ആയിട്ട് രാവിലെ മുതൽച്ചേ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പ്രവാസ ലോകത്തായിരുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ ഇവിടെ ഇങ്ങനെ ഒരു 50ാം വാർഷിക പരിപാടി നടക്കുന്നുണ്ടെങ്കിലും 50 പരിപാടികളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം, ഉസ്താദ്മാരെ സംഗമം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു അതിയായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ പരിപാടിയിൽ പങ്കെടുക്കണം, എന്നെ പഠിപ്പിച്ചു പോയ പഴയ ഉസ്താദ്മാരൊക്കെ കാണണം എന്നുള്ളതൊക്കെ. അപ്പോൾ അന്ന്
മൊല്ലാങ് ഉസ്താദ്. പിന്നെ അതുപോലെ എൻ്റെ മനസ്സിൽ വിട്ടു പറഞ്ഞു പോയ ഒരാളാണ്. അതുപോലെ എൻ്റെ ഓർമ്മയിലുള്ള ഒരാളാണ് നമ്മളെ പ്രിയപ്പെട്ട ആലിയാജി. അതും നമ്മിൽ നിന്ന് മൺപറഞ്ഞു പോയ ഒരാളാണ്. അതും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പിതാവാണ്. അദ്ദേഹവും ഞാൻ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സർപ്പാക്കാൻ്റെ ഇവരൊക്കെ മാറി CPക്കാനൊക്കെ മാറി ഇവിടെ എല്ലാ സമയത്തും മദ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റു സാമ്പത്തിക സഹായങ്ങളും മറ്റു പരിപാടിക്കൊക്കെ പോവാറുണ്ടായിരുന്നു. ഞാൻ നമ്മളെ സുഹൃത്തിനെ കാണാൻ ആലിയാജിൻ്റെ വീട്ടിൻ്റെ അവിടെ മുന്നിലോ ഗേറ്റിൻ്റെ അവിടെ പോയിരിക്കും. അപ്പോൾ സുഹൃത്തിൻ്റെ പേര് ചോദിച്ചാൽ ആജിയാർ എപ്പോഴും അവിടെ കണ്ടാൽ പറയും അവിടെ നിൽക്കണവർക്ക് ആളില്ല, ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറി ഇരുന്നവർക്ക് ഇവിടെ ആളുണ്ട്. അന്നത്തെ 10 മണിയുടെ കഞ്ഞി ഉസ്താദ്മാർക്ക് നമ്മളെ ആലിഹാജിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു അന്ന്. അങ്ങനെ അന്ന് ഉസ്താദ്മാരെല്ലാവരും ഇരുന്ന് അവിടെ കഞ്ഞി കുടിക്കുന്നുണ്ട്. അപ്പോൾ ആലിഹാജിൻ്റെ ഓക്കെ, അപ്പോൾ കഞ്ഞി കുടിക്കാൻ അന്ന് ഉസ്താദ്മാരൊക്കെ ആലിയാജിൻ്റെ വീട്ടിൽ. അപ്പോൾ ആലിയാജിൻ്റെ വീട്ടിൽ ഉസ്താദ്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മുജാഹിദിൻ്റെ ഏതോ ഒരു സംഘടന വയനാട് നടന്ന ഒരു മഹാസമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിന് പിരിവിനും വേണ്ടി ഒരു കൂട്ടർ നമ്മളെ ആലിയാജിൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അപ്പോൾ ആലിയാജിനോട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിപാടി നടത്തുന്നുണ്ട്. അദ്ദേഹം സംഭാവന കൊടുത്തു. ആ കൂട്ടർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പറഞ്ഞു അത് നമ്മുടെ ഭാഗത്തുപ്പെട്ട സംഘടനയോ ഗ്രൂപ്പോ അല്ല, എന്താണ് അവരുടെ ഉദ്ദേശം, ചെയ്യുന്ന പരിപാടി ഉദ്ദേശം നല്ലൊരു പറഞ്ഞൊരു ഒറ്റ കാര്യം മാത്രമാണ്. ഞാൻ സ്വതക്ക കൊടുത്തത് നല്ലൊരു ഉദ്ദേശം വെച്ചാണ്. അവരെന്ത് ചെയ്തോ അത് അവരും പടച്ച റബ്ബും തമ്മിലായി എന്നത്. അപ്പോൾ ഈ 3 പേരെയും നമ്മയും ഒക്കെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.